റഷ്യയിലെ പ്രമുഖ ഓൺലൈൻ റീറ്റെയിൽ കമ്പനിയായ വൈൽഡ് ബെറീസിന്റെ 2 ഭീമൻ വെയർഹൌസുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി യുക്രൈൻ. ഡ്രോൺ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെടുകയും 62 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റഷ്യൻ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. മോസ്കോയിൽ നിന്ന് ഏകദേശം 475 കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന താംബോവ് നഗരത്തിലെ വെയർഹൌസിനുണ്ടായ ആക്രമണത്തിലാണ് 7 മരണങ്ങളും 25 പരിക്കുകളും റിപ്പോർട്ട് ചെയ്തത്. രണ്ടാമത്തെ ആക്രമണം മോസ്കോ മേഖലയിലെ ഇലക്ട്രോസ്റ്റൽ എന്ന സ്ഥലത്തുള്ള വെയർഹൌസിലാണ് നടന്നത്. ഇവിടെ ഒരാൾ കൊല്ലപ്പെടുകയും 37 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഡ്രോൺ നിർമ്മാണത്തിന് ആവശ്യമായ നിരോധിത ഘടകങ്ങളും നാവിഗേഷൻ ഉപകരണങ്ങളും വിതരണം ചെയ്യാൻ റഷ്യ ഉപയോഗിച്ചിരുന്ന പ്രധാന ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. ഇതിനു പുറമെ അസോവ് കടൽ, കരിങ്കടൽ, റഷ്യ കൂട്ടിച്ചേർത്ത ക്രിമിയ എന്നിവിടങ്ങളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും ഉക്രൈൻ ആക്രമണം നടത്തിയതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആക്രമണം നടന്ന ലോജിസ്റ്റിക്സ് കെട്ടിടങ്ങളിൽ നിന്ന് വൻതോതിൽ തീയും കറുത്ത പുകയും ഉയർന്നതിന്റെയും ജീവനക്കാർ പരിഭ്രാന്തരായി പാർക്കിംഗ് ഏരിയയിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. രാത്രിയിലാണ് ആക്രമണം ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തുടർച്ചയായ സ്ഫോടനങ്ങൾക്കിടയിൽ പരിക്കേറ്റ ജീവനക്കാർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും തീപിടുത്തത്തിൽ വെയർഹൌസിന്റെ ചുവരുകൾ തകർന്നു വീഴുന്നതുമായ ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. 19 മേഖലകളായി 379 ഉക്രൈൻ ഡ്രോണുകളെ റഷ്യ തകർത്തു. തിരിച്ചടിക്കുമെന്നും റഷ്യ പ്രഖ്യാപിച്ചു. 2022 ജൂലൈയിൽ ആക്രമണത്തിന്റെ ഇരകളായത് 209 കുട്ടികളായിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഇരകളാകുന്ന കുട്ടികളെ ലോകം അവഗണിക്കുകയോ മറന്നുകളയുകയോ ചെയ്യരുതെന്നും അവരെ സംരക്ഷിക്കാനും ഗുരുതരമായ ലംഘനങ്ങൾ അവസാനിപ്പിക്കാനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഉക്രൈനിലേക്കുള്ള സേവ് ദി ചിൽഡ്രൻ പ്രതിനിധി അറിയിച്ചു. 2014 മുതൽ ഉക്രൈനിൽ പ്രവർത്തിച്ചു വരുന്ന സേവ് ദി ചിൽഡ്രൻ സംഘടന 2022 ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനെ തുടർന്ന് രാജ്യത്തെ തങ്ങളുടെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിച്ചതായി അറിയിച്ചു. ഇതിനോടകം ഏതാണ്ട് 47 ലക്ഷത്തിലധികം ആളുകളിലേക്ക് തങ്ങളുടെ സഹായങ്ങൾ എത്തിക്കാനായിട്ടുണ്ടെന്നും അവരിൽ 19 ലക്ഷവും കുട്ടികളായിരുന്നുവെന്നും വിശദീകരിച്ച സംഘടന 4.5 ലക്ഷത്തോളം കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായങ്ങൾ നൽകാനായതായും അവകാശപ്പെട്ടു. അടുത്തിടെയായി ഉക്രൈനിലെ പാർപ്പിട സമുച്ചയങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവയിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നുവെന്നും സംഘടന റിപ്പോർട്ട് ചെയ്തു. സമീപകാലത്ത് ഉക്രൈന് നേരെയുള്ള ആക്രമണങ്ങളിൽ കൂടുതൽ ശക്തമായിട്ടുണ്ടെന്ന് സംഘടനാ പ്രതിനിധി ഘുഷ് അറിയിച്ചു. നാളിതുവരെ സ്ഫോടനങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി 2 ഭിത്തികളിലും സംരക്ഷണമുള്ള ഇടങ്ങളിലാണ് ആളുകൾ അഭയം കണ്ടെത്തിയിരുന്നതെന്നും എന്നാൽ കൂടുതൽ ശക്തമായ മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചതോടെ ഈ ഇടങ്ങളെ ഭൂഗർഭ പാർക്കിംഗ് കേന്ദ്രങ്ങളും പോലും സുരക്ഷിതമല്ലാതായിട്ടുണ്ടെന്നും സേവ് ദി ചിൽഡ്രൻ പ്രതിനിധി കൂട്ടിച്ചേർത്തു. അതേസമയം റഷ്യൻ അധിനിവേശം ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ഉക്രൈൻ ഭരണകൂടത്തിന്റെ മാറ്റങ്ങളും സെലൻസ്കി പ്രഖ്യാപിച്ചിരുന്നു. നിലവിലെ പ്രധാനമന്ത്രി യൂലിയ സിറിഡെങ്കോ പദവി ഒഴിഞ്ഞതായും പുതിയ മന്ത്രിസഭ ഉടൻ അധികാരമേൽക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് രാജ്യത്തിന്റെ ഭരണരംഗത്തും വിദേശ നയങ്ങളിലും വരുത്തുന്ന മാറ്റങ്ങളുടെ ഭാഗമാണിതെന്ന് സെലൻസ്കി വ്യക്തമാക്കി. 2025 പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ യൂലിയയുടെ ഭരണ മികവിനെ അദ്ദേഹം പ്രശംസിച്ചു. ഒരു പ്രമുഖ പങ്കാളിത്ത രാജ്യവുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ ഏകോപിപ്പിക്കുന്ന നിർണായകവുമായ പദവി യൂലിയയ്ക്ക് വാഗ്ദാനം ചെയ്തതായും പ്രസിഡന്റ് വ്യക്തമാക്കി. അമേരിക്കയിലെ ഉക്രൈൻ അംബാസഡറായി യൂലിയയെ നിയമിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.